ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തോ ഓഫീസിൽ ഇഷ്ടമില്ലാത്ത ഒരു ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ആരെയും കാത്തു നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് സമയം തീരെ പോകുന്നില്ല എന്ന് തോന്നും. നേരെ മറിച്ച് ഒരു വീക്കെൻഡോ ഒരു ഹോളിഡേ കിട്ടി നോക്കട്ടെ, സമയം എത്ര പെട്ടെന്നാണ് പോകുന്നത്. ശരിയല്ലേ? ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ബസ് കാത്തു നിൽക്കാന്ന് വെക്കാം. 5 മിനിറ്റ് നിന്നിട്ടുണ്ടാവുള്ളൂ, പക്ഷെ നമുക്കൊരു 50 മിനിറ്റ് നിന്ന പോലെ തോന്നും. നേരെ മറിച്ച് ഒരു ഞായറാഴ്ച ആവട്ടെ, കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് തിങ്കളാഴ്ച രാവിലെ ആവുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ലേ? നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോയി എന്ന് വിചാരിക്കാം. സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഡ്രസ്സ് എടുക്കാനായി കടയിൽ കയറിയ ഒരു ദിവസമാണെങ്കിൽ അതിനുള്ളിൽ എത്ര നേരം സ്പെൻഡ് ചെയ്താലും നമുക്കൊരു 5 മിനിറ്റ് നിന്ന പോലെ തോന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ കൂട്ടുകാരനോ ഫ്രണ്ടോ ആരെങ്കിലും പുറത്ത് കാത്തു നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഓരോ മിനിറ്റും ഓരോ യുഗങ്ങൾ പോലെ അനുഭവപ്പെടും. ശരിയല്ലേ? നിങ്ങളുടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. നമ്മൾ ഡോക്ടറെ കാണാൻ ടോക്കൺ എടുത്ത് ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ കഷ്ടകാലത്തിന് ഒരു 2 മിനിറ്റ് വൈകിയാ നമുക്ക് ഏതാണ്ട് 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത ഒരു ഫീലാണ്. ശരിയല്ലേ? ഇനിയിപ്പോൾ എക്സാം ഹാളിന്റെ കാര്യം എടുത്താലോ, നന്നായി പഠിച്ചൊരു കുട്ടിക്ക് 2 മണിക്കൂർ തികയാതെ വരികയും എന്നാൽ ഒട്ടും പഠിക്കാത്ത കുട്ടിക്ക് ഈ 2 മണിക്കൂർ എന്ത് ചെയ്തിട്ടാ തള്ളി നീക്കണ്ടേന്ന് അറിയാത്ത അവസ്ഥയും ഉണ്ടാകാറുണ്ട്. ശരിയല്ലേ? നമ്മളിപ്പോൾ ധൃതിപ്പെട്ട് എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് ട്രാഫിക് സിഗ്നലിൽ നമുക്കൊരു 2 മിനിറ്റ് കിടക്കേണ്ടി വന്നാൽ ഏതാണ്ട് 2 മണിക്കൂർ കിടന്ന എഫക്റ്റാണ് നമുക്ക്. ഇനി നേരെ മറിച്ച് നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ഔട്ടിങ് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോവുകയാണെങ്കിലോ സമയം പോകുന്നത് അറിയുകയില്ല. ശരിയല്ലേ? സത്യത്തിൽ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഷോ ഇന്ന് സമയം എത്ര പെട്ടെന്നാ പോയേ, ഓ ഇന്ന് എത്ര വെയിറ്റ് ചെയ്തിട്ട് സമയം തീരണില്ല. ശരിക്കും സമയം നമ്മളെ ചീറ്റ് ചെയ്യുന്നുണ്ടോ? ക്ലോക്കില് എല്ലാ ദിവസവും ഒരുപോലെയല്ലേ സമയം നീങ്ങുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത്? നമുക്ക് പലപ്പോഴും ടൈം ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്ന പോലെയും ചിലപ്പോൾ ടൈം സ്ലോ ആയിട്ട് പോകുന്നത് പോലെയും തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു ടൈം ചേഞ്ച് ആണോ? അല്ല. ഇതൊരു ബ്രെയിൻ ചേഞ്ച് ആണോ? യെസ്, ഇറ്റ്സ് എ ബ്രെയിൻ ചേഞ്ച്. ടൈം സ്ലോ ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ടൈമിനെ കുറിച്ച് കൂടുതൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് ഇടയ്ക്കിടെ വാച്ചിൽ നോക്കി, ഷോ സമയമായല്ലോ, ബസ് എന്താ വരാത്തെ, ബസ്സിന് വൈകുമോ? അല്ലെങ്കിൽ നമ്മളൊരു ക്യൂവില് ബില്ല് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഇതെന്താ മുന്നിലെ ആൾക്ക് ബില്ല് ചെയ്ത് തീരാത്തെ, എനിക്ക് നേരത്തിന് പുറത്ത് കടക്കാൻ പറ്റുമോ? ട്രാഫിക് സിഗ്നലിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെന്താ റെഡ് സിഗ്നൽ മാറാത്തെ, ഇനി ഞാൻ ഓഫീസിൽ നേരം വൈകുമോ? എന്നിങ്ങനെ സമയവുമായി ബന്ധപ്പെട്ട ടെൻഷനുകളാണ് നമ്മുടെ ബ്രെയിനിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ കോൺസ്റ്റന്റ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോ, ഇപ്പോ, ഏത് സമയത്ത് എന്നൊക്കെ. സോ ബ്രെയിനിൽ ടൈമിന്റെ അവയർനെസ് ഇൻക്രീസ് ആവുകയും സമയം സ്ലോ ആയി പോകുന്നത് പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. എന്നാൽ ഒരു ഹോളിഡേയിലോ അല്ലെങ്കിൽ വീക്കെൻഡ് ഓഫ് കിട്ടുന്ന ദിവസമോ നമുക്ക് സമയം ഭയങ്കര വേഗത്തിൽ പോകുന്ന പോലെ തോന്നും. അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും അന്നേ ദിവസം നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഒന്നെങ്കിൽ നമ്മൾ അടിപൊളിയായി കിടന്നുറങ്ങും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കും, കൂട്ടുകാരൊത്ത് ട്രിപ്പ് പോകും, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകും. ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ സമയത്തെ പറ്റിയുള്ള ഒരു ഇൻഫോർമേഷനും ബ്രെയിനിന് പാസ് ചെയ്യുന്നില്ല. വളരെ ചിലപ്പോഴായിരിക്കും നമ്മൾ ക്ലോക്കിലോ വാച്ചിലോ നോക്കുന്നത്. ആ സമയത്ത് മണിക്കൂറുകൾ പെട്ടെന്ന് കടന്നു പോയതുപോലെ നമുക്ക് തോന്നും. കാരണം നമ്മൾ എൻജോയ് ചെയ്യുന്ന അത്രയും നേരം സമയവുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫോർമേഷനും നമ്മൾ ബ്രെയിനിലേക്ക് പാസ് ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ മറ്റൊരു സത്യം കൂടി പറയട്ടെ. നമ്മൾ കുറേ നേരം എടുത്തു ചെയ്തു എന്ന് വിചാരിച്ച ഒരു കാര്യം പിന്നീട് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് തീർന്നു പോയതാണെന്ന് നമ്മൾ തിരിച്ചറിയാറുണ്ട്. അതുപോലെ തന്നെ കുറച്ചു നേരം ഉണ്ടായുള്ളൂ എന്ന് കരുതിയ പല കാര്യങ്ങളും പിന്നീട് ചിന്തിക്കുമ്പോൾ ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇതെന്തുകൊണ്ടാണെന്ന് അറിയോ? ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ക്യൂവിൽ വെയിറ്റ് ചെയ്ത സാധനം ബില്ല് ചെയ്ത് പുറത്തിറങ്ങിയ ഒരു സംഭവമാണെങ്കിൽ നമ്മൾ ക്യൂവിൽ നിന്നു, ബില്ലടിച്ചു, പുറത്തിറങ്ങി, കഴിഞ്ഞു. എന്നാൽ നമ്മൾ ഫ്രണ്ട്സിനോടൊപ്പം ട്രിപ്പ് പോയി നമുക്ക് വളരെ പെട്ടെന്ന് തീർന്നു പോയ ദിവസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും. അന്ന് നമ്മൾ മീറ്റ് ചെയ്ത ആളുകൾ, നമ്മൾ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങൾ, നമ്മളെടുത്ത ഫോട്ടോസ്, നമ്മൾ കൂട്ടുകാരത്ത് പറഞ്ഞ ഫൺ മൊമെന്റ്സ് എല്ലാം കൂടി നമുക്ക് വലിയൊരു മെമ്മറി ആയിരിക്കും ഉണ്ടാവുക. ഇതിന് കാരണം മെമ്മറി 2 രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന്
നമ്മളൊരു ക്യൂവിൽ വെയിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ട്രാഫിക് സിഗ്നലിൽ ഗ്രീൻ ആവാൻ കാത്തു നിൽക്കുമ്പോഴോ നമുക്ക് പ്രത്യേകിച്ച് മെമ്മറീസ് ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. കാണുന്ന കാഴ്ചകളെല്ലാം ഒരുപോലെ ഇരിക്കും. അത്തരം മെമ്മറികൾ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഒരു ചുരുങ്ങിയ സ്പേസിലാണ്. എന്നാൽ നമ്മൾ ഫ്രണ്ട്സുമൊത്ത് ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മുടെ എല്ലാ മെമ്മറീസും സ്റ്റോർ ചെയ്ത് വരാൻ ഒരു വലിയ സ്പേസ് തന്നെ നമ്മുടെ ബ്രെയിൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രസന്റ് ടൈമിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തീർന്നു പോയി എന്ന് തോന്നുന്ന പല കാര്യങ്ങളും വലിയ അനുഭവങ്ങളായിരുന്നു എന്ന് പാസ്റ്റിൽ നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രസന്റിൽ കുറേ സമയമെടുത്ത് ചെയ്തു പോയി എന്ന് തോന്നുന്ന പല കാര്യങ്ങളും പാസ്റ്റിൽ ഒരു ചെറിയ സംഭവമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത്. നമ്മുടെ ബ്രെയിൻ ഒരു മജീഷ്യൻ തന്നെ. ഇനി നെക്സ്റ്റ് ടൈം ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്ന സമയത്ത് സമയം പോകുന്നേ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാം. അതുപോലെ തന്നെ ഒരു ഫൺ ഡേ അടിച്ചു പൊളിക്കുമ്പോൾ നമ്മുടെ സമയം ആരും കട്ടുകൊണ്ട് പോകുന്നൊന്നുമില്ല, നമ്മൾ എൻജോയ് ചെയ്യുന്ന സമയങ്ങളാണ് കടന്നു പോകുന്നതെന്ന് തിരിച്ചറിയാം. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.